രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് 3.21% ഉയർന്ന് 1535 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.29 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.15, ഡിവിഡൻഡ് yield 0.13%, 52 വീക്ക് ഹൈ 1549, 52 വീക്കിലോ 1011. 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ചോളാഫിൻ എന്ന സ്റ്റോക്ക്. 2024 വർഷത്തിൽ മാത്രം സ്റ്റോക്ക് 25% റിട്ടേണും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 38% റിട്ടേണും നൽകി. ഇന്ന് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ചോളാഫിൻ ഹോൾഡിംഗ് എന്ന സ്റ്റോക്കും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ചോളാഫിൻ ഹോൾഡിംഗ് 4% മുകളിൽ ഉയർന്ന് 1821 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ചോള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്കിൽ വലിയ ന്യൂസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും വന്നില്ല എങ്കിലും ചോള ഫിൻ ഹോൾഡിംഗ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഗോൾഡ്മാൻ സാൻസ് എന്ന ബ്രോക്കേജ് ഏജൻസി ചോള ഫിൻ ഹോൾഡിങ്ങിന് 4% അപ്സൈഡിൽ ചോള ഫിൻ ഹോൾഡിങ്ങിന് 1786 രൂപയുടെ ടാർഗറ്റും ബൈ എന്ന റേറ്റിംഗ് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ സ്റ്റോക്ക് ഈ ടാർഗറ്റിനെ ഓവർകം ചെയ്ത് 1821 ക്ലോസിംഗ് നൽകി. ഒരു സ്റ്റോക്കിന് ബ്രോക്കേജ് ഏജൻസികൾ നൽകുന്ന ടാർഗറ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് സ്റ്റോക്കിന് ടാർഗറ്റ് നൽകാനുള്ള റാഷണൽസ് ആണ്. ആദ്യം തന്നെ ചോള ഫിൻ എന്ന സ്റ്റോക്കിന് ഗോൾഡ്മാൻ സാൻസ് ഹയർ സൈഡിലെ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം. 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 33% CAGR കൂടിയുള്ള ഏണിംഗ് പെർ ഷെയർ ഗ്രോത്ത് ചോളാഫിൻ ഹോൾഡിംഗ് എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോൾഡ്മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും 1786 രൂപയുടെ ടാർഗറ്റും സ്റ്റോക്കിന് നൽകിയത്. കഴിഞ്ഞ വർഷം തന്നെ അല്ലെങ്കിൽ കറൻ്റ്ലി കമ്പനി ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നിഫ്റ്റി 50 16% റിട്ടേൺ നൽകിയപ്പോൾ ചോളാഫിൻ എന്ന സ്റ്റോക്ക് ഇയർ ടിൽ ഡേറ്റിൽ 24% റിട്ടേൺ നൽകി. കൂടാതെ കമ്പനി അതിൻ്റെ ലോൺ ബുക്ക് ഡൈവേഴ്സ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് ലിവറേജ് റിയലൈസ് ചെയ്യുന്നതും വരും സമയങ്ങളിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചോളാഫിനിൻ്റെ പ്രോഫിറ്റ് 29% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും കമ്പനിയുടെ ടോട്ടൽ ഇൻകം 41% ഉയരുകയും ചെയ്തിരുന്നു. 5828 കോടി രൂപയുടെ ടോട്ടൽ ഇൻകവും 942 കോടി രൂപയുടെ ലോൺ ബുക്കുമുള്ള കമ്പനിയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 22% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 24,332 കോടിയായി മാറിയിട്ടുണ്ട്. ഇനി HSBC സെക്യൂരിറ്റീസും ചോളാഫിൻ എന്ന സ്റ്റോക്കിന് 1500 രൂപയുടെ ടാർഗറ്റ് നൽകിയിരുന്നു. ഈ രണ്ട് കമ്പനികളും നൽകിയിരിക്കുന്ന ടാർഗറ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഓവർകം ചെയ്തു. അതുകൊണ്ട് ഇനി ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ചോള ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റൊരു സ്റ്റോക്കായ ചോള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടെക്നിക്കലി വളരെ അട്രാക്റ്റീവ് ലെവലിൽ ചോള ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിൻ കമ്പനി ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് 1533 ട്രേഡ് ചെയ്യുന്നു. 1460 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സ്റ്റോപ്പ് ലോസ് ആണ്. 1460 എന്ന സപ്പോർട്ടിനെ സ്റ്റോപ്പ് ലോസായി വെച്ചുകൊണ്ട് നമ്മൾക്ക് ഹയർ സൈഡിൽ 1600, 1700, 1780 പോലുള്ള ടാർഗറ്റുകൾ ചോള ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിൻ കമ്പനി ലിമിറ്റഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം സ്റ്റോക്ക് 1400 1480 അടുത്ത് ലഭിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ലോങ് ടൈമിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ റേഞ്ചിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4% ഉയരുകയും 115 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഓല ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഓല ഇലക്ട്രിക് എന്ന കമ്പനി ഉടൻ തന്നെ 3 വീലർ സെഗ്മെൻറ്റിലും ഇലക്ട്രിക് വെഹിക്കിൾ ലോഞ്ച് ചെയ്യും എന്ന അപ്ഡേറ്റാണ്. ഇപ്പോഴുള്ള ബജാജ് ഓട്ടോയുടെ 3 വീലർ EVയേക്കാളും കുറഞ്ഞ വിലയിലായിരിക്കും ഓല ഇലക്ട്രിക് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഈ പ്രോഡക്റ്റിന് ഗ്രേറ്റർ കൺവീനിയൻസും കൂടുതൽ സ്പേസും ഉണ്ടാകും. കൂടാതെ ഇലക്ട്രിക് 3 വീലർ സെഗ്മെൻറ്റിലേക്ക് കമ്പനി കടക്കുന്നത് വഴി കമ്പനി പ്രോഫിറ്റബിൾ ആകാനും സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു. കമ്പനി ലോഞ്ച് ചെയ്യുന്ന 3 വീലർ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പേര് രാഹി എന്നായിരിക്കും. ഈ ഇലക്ട്രിക് വെഹിക്കിൾ ബജാജ് RE, മഹീന്ദ്ര ട്രിയോ, പിയാജിയോ തുടങ്ങിയ കമ്പനികളുടെ പ്രോഡക്റ്റുമായിട്ടായിരിക്കും കോമ്പറ്റേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ചെയർമാനായ ഭവേഷ് അഗർവാളും കമ്പനിയുടെ MDയും ചെയർമാനുമായ ഭവേഷ് അഗർവാളും ഉടൻ തന്നെ ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനി 3 വീലർ സെഗ്മെൻറ്റിലേക്ക് കടക്കുമെന്നുള്ള സൂചനയും നൽകിയിരുന്നു. ആൾറെഡി കമ്പനിക്കുള്ള 2 വീലർ സെഗ്മെൻറ്റിലെ ടെക്നോളജി വളരെ പെട്ടെന്ന് തന്നെ 3 വീലർ സെഗ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താൻ കഴിയും എന്നാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഓല ഇലക്ട്രിക് എന്ന കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ ലോസ് വർദ്ധിച്ചതായിട്ടും കാണാൻ സാധിക്കും. എന്നാൽ ആനന്ദ് റാട്ടി ഉൾപ്പെടെയുള്ള ചില ബ്രോക്കേജ് ഏജൻസികൾ ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 140 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ആനന്ദ് റാട്ടി പറയുന്നത് സ്റ്റോക്ക് വരും സമയങ്ങളിൽ 46% റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ട്. 140 രൂപയുടെ ടാർഗറ്റാണ് ആനന്ദ് റാട്ടി ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. 76 രൂപയ്ക്ക് അടുത്തുള്ള ഇഷ്യൂ പ്രൈസിൽ നിന്നും സ്റ്റോക്ക് 150 രൂപ വരെ ഉയർന്നിരുന്നു. അവിടെ നിന്നും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 110 രൂപ വരെ സ്റ്റോക്ക് ഇടിയുകയും ചെയ്തു. സ്റ്റോക്കിനെ 107, 112 തുടങ്ങിയ റേഞ്ചിൽ അക്യുമുലേറ്റ് ചെയ്യാമെന്നും 95 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും 140 രൂപയുടെ ടാർഗറ്റ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാം എന്നുമാണ് ആനന്ദ് റാട്ടിയുടെ ടെക്നിക്കൽ അനലിസ്റ്റ് പറയുന്നത്. ടെക്നിക്കൽ അനലിസ്റ്റ് ഈ രീതിയിൽ പറയുന്നതിന് പിന്നിലെ റാഷണൽസ് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഇ വി സെഗ്മെൻറ്റിലെ, പ്രത്യേകിച്ചും പ്യുവർ ഇ വി സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് പ്ലെയറാണ് ഓല ഇലക്ട്രിക്. ഓല ഇലക്ട്രിക് എന്ന കമ്പനിക്ക് പൊട്ടൻഷ്യലുണ്ട്. വരും സമയങ്ങളിൽ കമ്പനി ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. റോസ്റ്റർ എക്സ്, റോഡ്സ്റ്റർ പ്രോ തുടങ്ങിയ 3 ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് വഴി കമ്പനി പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിക്ക് വേണ്ടിയുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൃഷ്ണഗിരി, ധർമ്മപുരി തുടങ്ങിയ 2 സ്ഥലങ്ങളിൽ, തമിഴ്നാട് സംസ്ഥാനത്തിലെ ഈ 2 സ്ഥലങ്ങളിലും കമ്പനി ജിഗാ ഫാക്ടറി നിർമ്മിക്കുകയാണ്. ഈ ഫാക്ടറികളൊക്കെ പരിശോധിച്ചാണ് ആനന്ദ് റാട്ടി ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. HSBC എന്ന ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്കിന് 140 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണ്. ട്രെൻഡ് റിവേഴ്സൽ വന്നിട്ടില്ല. അതേസമയം ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4% ഉയർന്നിരുന്നു. ടോപ്പ് ലെവലിൽ നിന്നും സ്റ്റോക്ക് ഹെവി കറക്ഷനിലേക്ക് നീങ്ങുകയും അതിനുശേഷം ഇവിടെ നിന്നും ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. 110 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 125 രൂപയുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. 125 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 125 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അതേസമയം 110 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ 100 രൂപയിലേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട്. 100 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 100 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ ലിസ്റ്റിംഗ് പ്രൈസിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.